ഫുഡൊക്കെ കഴിച്ചൊരു കുസ്തി മത്സരം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേ കണ്ടോളൂ. കണ്ട ഇറങ്ങാം കയറാം അത് നോക്ക്. കണ്ട ഭയങ്കര കളിയാണ്. ഇതുങ്ങൾ നമുക്ക് നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് കാലൊക്കെ ഓരോ വയ്ക്കുമ്പോഴും ഓരോ ഇത് വയ്ക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. കണ്ടോ ഇവിടെ ഒരു കൂട് കഴിഞ്ഞ് നടക്കണ്ട ഇല്ലായിരുന്നു ഇത്ര നേരം. അപ്പോൾ കുഞ്ഞു കൂടാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പം അതിൽ എല്ലാം കൂടെ അതിൽ കയറിയിട്ടുണ്ട്. അയ്യോ നോക്കി ഭയങ്കര ബഹളം. എനിക്കറിയില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഒരുത്തൻ കയറി പഠിച്ചു ഗൈസ്. എൻ്റെ അടുക്കളയുടെ തട്ടിലേക്ക് കയറി പഠിച്ചു. താമസിയാതെ അങ്ങോട്ട് വരും. ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതുങ്ങളൊക്കെ ഇതേപോലെ കൂട്ടിലാക്കി തൽക്കാലത്തേക്ക് കൂട്ടിലാക്കേണ്ടി വരും. ഒരു 1-2 മാസം കഴിയാതെ നമുക്ക് അഡോപ്ഷൻ ഇടാനും പറ്റത്തില്ല. കാരണം കുറച്ച് വലുതാവണ്ടേ, അതാണ്. പിന്നെ ഒരു പൂച്ചേനെ വളർത്താൻ മാത്രമേ എനിക്കിവിടെ ഇതുള്ളൂ. ഇത്രയും നാൾ ഞാൻ 1-2 പൂച്ചകളാണ് വളർത്തിയത്. അത് പെൺപൂച്ചയും കൂടി ആയിരുന്നു, അതായത് 2 എണ്ണം. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. വന്നപ്പോൾ വളർത്തി അത്രേ ഉള്ളൂ. ഒന്നും നോക്കിയില്ല ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ എനിക്ക് 6 കുഞ്ഞുങ്ങളെ കിട്ടി. 6 കുഞ്ഞുങ്ങളെ. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കുറവാണ്, ഭയങ്കര സ്ഥലം കുറവാണ്. 3.5 സെൻറ്റിലാണ് വീട്. ചുറ്റും കല്ല് ഇട്ടേക്കണം. അപ്പോൾ ഇതുങ്ങൾക്കൊക്കെ ബാത്റൂമിൽ പോകാനും പിടിക്കാനും. മറ്റേത് അമ്മപ്പൂച്ചകളെന്ന് വെച്ചാൽ പുറത്തൊക്കെ പോയിട്ടൊക്കെ വരും, പറമ്പില്ല അപ്പുറത്തൊക്കെ. പിന്നെ അയൽവക്കക്കാർക്കൊക്കെ ഇനിയിപ്പോൾ ഇത്രയും പൂച്ചകളൊക്കെ ആയ സ്ഥിതിക്ക് അയൽവക്കക്കാരൊന്നും സമ്മതിക്കില്ല. എല്ലാവരും വീട്ടിലും പോകുമ്പോൾ പ്രശ്നം തുടങ്ങും. പിന്നെ എന്നെ വിളിച്ച് ചീത്ത പറയും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് എനിക്കിപ്പോഴത്തെ ടെൻഷൻ. ഒരുവിധം പ്രാവണ വരെ നമുക്ക് കുഴപ്പമില്ല. നോക്കാതെ ഒരുത്തിനെ കണ്ടോ ഇതേ ജനലിൻ്റെ ഇടയിൽ. ഇതേ അയ്യോ ഒരെണ്ണം ഇതാ റൂമിൽ നിന്നൊക്കെ വരുന്നു. ദൈവമേ എനിക്ക് വയ്യ. കൂട്ടിലിടാൻ പറ്റും. ഹസ്ബൻഡ് അങ്ങനെ ഒരു പൂച്ചകളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത്രയൊക്കെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലമില്ലാതെ തന്നെ ചീത്ത പറയും. അതിപ്പോഴും എനിക്ക് ടെൻഷനുണ്ട്. അപ്പോൾ ഞാനൊരു 2 മാസം കഴിയുമ്പോൾ എന്തായാലും അഡോപ്ഷൻ ഇടും. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. ഞാനിപ്പോൾ കുറച്ച് പേര് 3-4 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പറവൂർ എറണാകുളത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുതരാം. ബാക്കി ദൂരെയൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ, അതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാരണം ഇതൊക്കെ അയൽപക്കത്തോട്ടൊക്കെ വലുതായി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അതാണ്. അപ്പോൾ ഒരെണ്ണത്തിന് എന്തായാലും ഞാൻ വളർത്തും, 1-2 എണ്ണത്തിന്. വേണ്ട ഇതുണ്ട് ഭയങ്കര വില്ലന്മാരാ. അവർ വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി. വീട് പൊളിച്ചു കിട്ടും. അയ്യോ മുകളിലേക്ക് ചാടിയിട്ട് ഒറ്റ വീഴ്ച. ഭയങ്കര ഇപ്പോഴേ ഇതേ കളിക്കുവാണ് കേട്ടോ, എല്ലാം കളിക്കുവാണ്. ഭയങ്കര കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ കണ്ട അയ്യോ നല്ല രസമുണ്ട് കളിയൊക്കെ കാണാൻ. പക്ഷെ നമുക്കിപ്പോൾ വേറെ ഓപ്ഷനില്ല അഡോപ്ഷനൊക്കെ ഇടാതെ. കാരണം ഇത്രയും പേരെ എനിക്ക് ഇവിടെ വളർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്ഥലമില്ല, ഒട്ടും സ്ഥലമില്ല. ഇവിടെ നിൽക്കത്തില്ലല്ലോ നിങ്ങൾ വലുതായ, അതാണ്. അപ്പം നമ്മൾ ചീത്ത പറയുകയാണ്, വഴക്കുണ്ടാക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോണു ഗൈസ്. ഇതാണ്ടോ ഇപ്പോൾ ഇതുങ്ങൾ ഇത്രയും നാളെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളായിരുന്നിരിക്കും എനിക്ക് ടെൻഷനില്ലായിരുന്നു. ഇപ്പോൾ ഇത്രയും വളരുന്തോറും എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ടെൻഷൻ. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും പേര് വളർത്താനും പറ്റത്തില്ല. അതുകൊണ്ടാ. അപ്പോൾ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കുഞ്ഞിനെ ഞാൻ കൊടുക്കും. 1-2 കുഞ്ഞിനെ ഞാൻ എന്തായാലും വയ്ക്കും. ഒരു കുഞ്ഞിനെങ്കിലും ഞാൻ വളർത്തും. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.